ഹേയ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ഫൈൻ ഫറ. നമുക്കിന്നൊരു സ്ഥലം വരെ പോവാണ്ട് കേട്ടോ. ഇതൊക്കെ എൻ്റെ ബ്രദറിൻ്റെ മക്കളാണ്. ബ്രദറിന് 3 ബോയ്സ് ആണുള്ളത്. അതിൽ ഏറ്റവും കുഞ്ഞാപ്പയായിട്ടുള്ള ആളാണിത്. ആളുടെ പേരാണ് അഫാൻ. ഇതാണ് രണ്ടാമത്തെ ആൾ അയാൻ. ആൻഡ് മൂത്ത ആളുടെ പേര് അമാൻ. അമാന് വലിയ ആളായതുകൊണ്ട് തന്നെ നമ്മളെ കുഞ്ഞു ബേബീനെ നല്ലോണം ടേക്ക് കെയർ ചെയ്യും കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ഉമ്മാനെയും കൂട്ടിയിട്ടുണ്ട്. പോകുന്നത് വേറെ എവിടേക്കല്ല, അമ്മായിനെ കാണാൻ വേണ്ടി പോവാണ്. അമ്മായി എന്ന് പറയുമ്പോൾ എൻ്റെ ഉപ്പാൻ്റെ എൽഡർ സിസ്റ്ററാണ്. എനിക്ക് ഈ ഒരു സ്ഥലവും ഈ ഒരു പരിസരമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചെറുപ്പത്തിലൊക്കെ ഒത്തിരി പ്രാവശ്യം ഞാൻ വന്നിട്ടുള്ള സ്ഥലമായിരുന്നു അത്. ബാക്കിയുള്ള അമ്മായികളുടെയും അതുപോലെ മാമ്മമാരെയൊക്കെ വീടുകളൊക്കെ കുറേയൊക്കെ മാറിപ്പോയി. പക്ഷേ ഈ ഒരു വീടിന് ഒരു ചേഞ്ചും ഇല്ല കേട്ടോ. ഉള്ളിൽ കുറച്ച് റെനോവേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും പുറമേന്ന് നോക്കുമ്പോൾ ഒരു ചേഞ്ചും ഇല്ല. പണ്ടത്തെ തറവാട് വീടിൻ്റെ അതേ ലുക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളെ ചെറുപ്പകാലമൊക്കെയാണ് കേട്ടോ ഓർമ്മ വരിക. ആദ്യം വീടിൻ്റെ മുറ്റത്തേക്ക് കാറൊന്നും കയറ്റാനുള്ള സൗകര്യം ഇല്ലായിരുന്നു. പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് അതിൻ്റെ സൗകര്യങ്ങളൊക്കെ ചെയ്തത്. മാത്രമല്ല അകത്തും ഒരുപാട് റെനോവേഷൻ വർക്ക്സ് നടത്തിയിട്ടുണ്ട്. ഈ വീഡിയോസൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ട് കുറേ ദിവസങ്ങളായിട്ടുണ്ട്. പക്ഷെ എനിക്ക് എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനുള്ള സമയമൊന്നും കിട്ടാത്തതുകൊണ്ടാണ് ഇത്രയും ലേറ്റായി പോയത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അമ്മായിനെ കാണണ്ടേ? പ്രതീക്ഷിക്കാണ്ട് നമ്മൾ വന്നതിലും നമ്മളെ കണ്ടതിലുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ അമ്മായി ഉള്ളത്. അമ്മായിക്ക് ഒരു മോനും 2 ഗേൾസും ആണുള്ളത്. അതിൽ അമ്മായിൻ്റെ ചെറിയ മോളാണ് ഇത്. അപ്പം നമ്മൾ ഇതുപോലെ വെക്കേഷനോ അല്ലെങ്കിൽ വല്ലപ്പോഴോ ഇങ്ങനെ വരുമ്പോഴൊക്കെ മീറ്റ് ചെയ്യാറേ ഉള്ളൂ. ശരിക്കും നമ്മൾ ചൈൽഡ്ഹുഡിലൊക്കെ ഒരുപാട് സമയം ഒരുമിച്ച് കളിക്കുകയും ഒരുമിച്ച് താമസിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളവരാട്ടോ. പക്ഷെ നമ്മളെല്ലാവരും വലുതായി കഴിഞ്ഞപ്പോൾ ആർക്കും ഒന്നിനും സമയമില്ല. എല്ലാവരും അവരവരെ ഫാമിലി അവരവരുടെ ലൈഫൊക്കെ ആയിട്ട് ബിസി ആയിപ്പോയി. പക്ഷെ എന്ത് ചെയ്യാനല്ലേ, നമ്മൾ ഇതൊക്കെ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതൊക്കെ നമ്മുടെ ലൈഫിൻ്റെ ഒരു റൂളല്ലേ. അപ്പം ഞാനിങ്ങനെ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവളിങ്ങനെ പറയായിരുന്നു എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട്, നല്ല രസമുണ്ട് എന്നൊക്കെ. അത് കേട്ടപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോഴേക്കും നമുക്ക് ചായ കുടിക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് ലുബി. ലുബിൻ്റെ കസിൻ ബ്രദറിൻ്റെ വൈഫാണ് കേട്ടോ. അങ്ങനെ കുറേ നാൾക്ക് ശേഷം കണ്ടതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വിശേഷങ്ങളൊന്നും പറഞ്ഞ് തീരുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് ചായ കുടിക്കാൻ സമയമായപ്പോഴത്തേക്ക് ഇവിടെ വേറൊരാൾക്ക് ഫുഡ് കഴിക്കാൻ സമയമായിട്ടുണ്ടായിരുന്നു. ഏകദേശം അഫാന് ഫുഡ് കഴിക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ആൾക്ക് ഫുഡ് കൊടുക്കൽ ചെറുതായിട്ടൊരു ടാസ്ക്കാണ്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ആളെ ടേബിൾ മേലൊക്കെ കയറ്റി ഇരുത്തിയതാണ്. കോൾഗേറ്റിൻ്റെ 2 ബോക്സൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തിനാന്ന് മനസ്സിലായില്ലേ? ഒന്ന് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് വേണ്ടത്ര അങ്ങ് ഏൽക്കുന്നില്ല. എത്ര ഫുഡ് കൊടുത്തിട്ടും വളരെ സക്സസ്ഫുൾ ആയിട്ട് ആൾ തല തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ആളുടെ പൊസിഷൻ മാറ്റി. അല്ലെങ്കിലും നമ്മൾ ഉമ്മമാരാരല്ലേ, നമ്മൾ പ്രോ അല്ലേ, പ്രോ. എന്തായാലും ഞങ്ങൾ ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴും ആളുടെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ കുറച്ചധികം നാളായി ഇവിടെ വന്നിട്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കിച്ചൻ്റെ ഏരിയയിലൊക്കെ വല്ല റെനോവേഷൻ വർക്കും നടത്തിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വന്ന് നോക്കിയതായിരുന്നു. അങ്ങനെ സംസാരവും ചായ കൂടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. ഇനിയും ഒരു 2-3 സ്ഥലത്തും കൂടെ നമുക്ക് കയറാനുണ്ട്. പിള്ളേർ തമ്മിലിങ്ങനെ സെറ്റായി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴത്തേക്കും നമ്മൾ ഇറങ്ങാനായി. അതല്ലേലും അങ്ങനെയാണല്ലോ അല്ലേ. എൻ്റെയൊക്കെ ചൈൽഡ്ഹുഡിലേ ഞാനൊരു കുട്ടീനെ ആദ്യമായിട്ട് കാണുമ്പോൾ ഞാൻ വലിയ ഉണ്ടാട്ടമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ്, ഒരു 10 മിനിറ്റ് കഴിഞ്ഞ്, ഒരു അരമണിക്കൂർ കഴിയുമ്പോഴാണ് നമ്മളങ്ങ് സെറ്റായിട്ട് വരിക. അപ്പോഴത്തേക്കും നമുക്ക് ആ വീട്ടിൽ നിന്ന് പോരാനാവും. വീണ്ടും അതേ വീട്ടിൽ ചെല്ലുമ്പോൾ വീണ്ടും ആ സ്റ്റാർട്ടിങ് ട്രബിൾ തന്നെ ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിലും കുട്ടികളുടെ ഒരിത് അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളുടെ അഫാൻ ബേബിയും വയറ് നിറയ്ക്കിയ ഫുഡൊക്കെ കഴിച്ച് നല്ല ഹാപ്പി ആയിട്ടാണുള്ളത്. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് നമ്മളവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ പോണ സങ്കടത്തിൽ ഇരിക്കുക കേട്ടോ. ഇവരൊക്കെ നേരത്തെ പറഞ്ഞ പോലെ അവർ കളിച്ച് ഏകദേശം ഒരു ടീമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ തിരിച്ച് പോണ സമയത്ത് വീണ്ടും അവർ വന്നിട്ടുണ്ട് കേട്ടോ, യാത്ര പറയാനും ടാറ്റ പറയാനൊക്കെ ആയിട്ട്. അപ്പം ഇനി അടുത്തത് പോകുന്നത് നമ്മൾ വേറൊരു കസിൻ ബ്രദറിൻ്റെ വീട്ടിലേക്കാണ്. ഇവിടെ നിന്ന് പോകുന്ന വഴിക്ക് ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട് കേട്ടോ. ശരിക്കും കണ്ണെടുക്കാൻ തോന്നില്ല നമുക്ക്. അപ്പോൾ ഇനി നമ്മൾ പോണത് എൻ്റെ മൂത്തമ്മൻ്റെ മോൻ്റെ വീട്ടിലേക്കാണ്. ആളുടെ വൈഫിന് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് ആൾ റെസ്റ്റിലാട്ടോ. ആളെ കാണാൻ വേണ്ടി വന്നതായിരുന്നു നമ്മൾ. 2 വീലർമേൽ ഒരു കാറ് വന്നിട്ട് ചെറുതായിട്ടൊന്ന് തട്ടിയതാണ്. പക്ഷേ ആളുടെ കാലിന് മുട്ടിന് നല്ല പ്രശ്നമുണ്ട് കേട്ടോ. ഈ ഒരു കാര്യം അറിഞ്ഞപ്പോഴും പിന്നെ ആളെ കണ്ടപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ കേട്ടോ. കാരണം ഞാൻ എപ്പോഴും 2 വീലറിൽ പോകുന്നതാണ്. 2 വീലറിൽ പോകുമ്പോൾ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും
നമ്മളെ ബാക്കിൽ നിന്നോ നമ്മളെ സൈഡിൽ നിന്നോ നമ്മളെ ഫ്രണ്ടിൽ നിന്നോ ഒക്കെ ഒരു വണ്ടി വന്നിട്ട് ജസ്റ്റ് ഒന്ന് നമ്മളെ ടച്ച് ചെയ്താൽ മതി, നമ്മൾ എത്ര ശ്രദ്ധിച്ചിട്ടും കാര്യമില്ല, നമ്മൾ വീണു പോകും. പക്ഷേ 2 വീലർ ഉപയോഗിച്ച് ശീലിച്ച ഒരാൾക്ക് അത്രയും കൺവീനിയൻ്റ് ആയിട്ടുള്ള വേറൊരു വണ്ടി വേറെ ഇല്ല താനും. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ എൻ്റെ വേറൊരു കസിൻ ബ്രദറാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് എല്ലാവരെയും കാണാമെന്ന് വിചാരിച്ച് അവിടെയും കയറി. അപ്പോൾ ഇന്ന് എനിക്ക് കാലിക്കറ്റിലേക്ക് തിരിച്ചു പോകണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടെയും കയറി ഒരുപാട് ടൈമൊന്നും സ്പെൻഡ് ചെയ്തിട്ടില്ല. വേഗം വേഗം കയറി ഇറങ്ങി. ഇനി നമുക്ക് നേരെ വീട്ടിൽ പോകണം, ഫുഡ് കഴിക്കണം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് കാണണ്ടേ? ഇന്ന് ഉമ്മാൻ്റെ സ്പെഷ്യൽ കപ്പ ബിരിയാണിയാണ് കേട്ടോ. എനിക്കിത് ഏറ്റവും ഇഷ്ടം ഉമ്മ ഉണ്ടാക്കി തരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഉമ്മ തന്നെ ഇത് മിക്സിങ് ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ ചേച്ചി പോണ സമയത്ത് കപ്പയെല്ലാം വേവിച്ച് ബീഫൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മിക്സിങ് ഇനി ചെയ്യാൻ പോണത് ഉമ്മയാണേ. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഒന്നുമില്ല, എന്നാലും ഈ ഒരു മിക്സിങ് ചെയ്യണത് മാത്രം ഞാൻ വീഡിയോ എടുത്തതാണ്. അപ്പോൾ നമ്മളുടെ വേവിച്ച് വെച്ച കപ്പയിലേക്കാണ് ഉമ്മ തേങ്ങ അരച്ചത് ചേർത്തത്. ആ തേങ്ങ അരച്ചത് വറുത്തതാണോ വറുക്കാത്തതാണോ എന്നൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല. എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ കപ്പയും തേങ്ങ അരച്ചതും ബീഫും കൂടെ നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്യുക. ഇനി അവസാനത്തെ ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇത് വറവിടണം. നല്ല ചെറിയ ഉള്ളിയിലാണ് കേട്ടോ ഇത് വറവിടുക. അപ്പോൾ നമ്മൾ നേരത്തെ എന്തോ ചിക്കനോ എന്തോ പൊരിച്ച കുറച്ച് ഓയിലുണ്ടായിരുന്നു, അതിലേക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഈ ഒരു കുഞ്ഞുള്ളി അതിലേക്ക് ഇട്ടു. ഇനി ഇത് നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ അതിൽ ഫ്രൈ ചെയ്തെടുക്കണേ. ഈ ഉള്ളി ഗോൾഡൻ കളർ ആക്കണ പരിപാടി ഇല്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഉമ്മനോട് പറഞ്ഞു അത് ഞാൻ ചെയ്തോളാന്ന്. അതെന്തോ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തരുന്നൊരു പരിപാടിയാണ്. ഏതൊരു ഡിഷിലേക്കും നമ്മൾ പ്രോപ്പറായിട്ട് ഉള്ളി നല്ല ഗോൾഡൻ കളറാക്കിയിട്ട് ആഡ് ചെയ്താൽ ആ ഒരു ഡിഷിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഉള്ളി ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ആഡ് ചെയ്തിട്ട് ഈ ഒരു മിക്സ് നമ്മൾ കപ്പയിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് ഈ കപ്പ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് ലൂസായിട്ട് തോന്നും, പക്ഷേ അതിൻ്റെ ചൂടാറിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും നല്ല അടിപൊളി വീഡിയോസായിട്ട് വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ മറക്കാണ്ടൊന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ നമ്മളുടെ കപ്പ ബിരിയാണി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് വെക്കാം. കുറച്ച് നമുക്ക് കഴിക്കാനായിട്ട്, അതായത് ചൂടാറാൻ വേണ്ടി വെക്കാം കേട്ടോ. കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം വേണം ഇതൊന്ന് ആസ്വദിച്ച് കഴിക്കാൻ. So this is Farah signing off. Bye bye. Take care. Assalamu alaikum.